Good morning. Liquidity ratio. Already discussed about liquidity ratio. There are three types of liquidity ratio: current ratio, quick ratio, absolute liquidity ratio. The liquidity ratio, the term liquidity refers to the ability of the company to meet its current liabilities. Liquidity ratio assesses capacity of the firm to repay its short-term liabilities. Liquidity ratio measures the firm's ability to fulfill short-term commitment out of its liquid asset. ഇപ്പോൾ കറണ്ട് അസറ്റ് ഉപയോഗിച്ച് കറണ്ട് ലാബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ഒരു ഫേമിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ടേമിലേക്ക് പോവുകയാണ്. വിൻഡോ ഡ്രസ്സിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് വിൻഡോ ഡ്രസ്സിങ്? അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ബെറ്റർ പൊസിഷൻ കാണിക്കുന്നതിനെയാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. വിൻഡോ ഡ്രസ്സിങ് ഈസ് ദ ആക്ട് ഓഫ് മാനിപ്പുലേറ്റിംഗ് ദ കറക്റ്റ് പിക്ചർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി ടു ഷോ എ ബെറ്റർ പൊസിഷൻ ദാൻ ആക്ച്വൽ പൊസിഷൻ. ഇപ്പോൾ ഫേമിൻ്റെ അത് മാനിപ്പുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ ക്യാഷ് കുറവാണെങ്കിൽ ക്യാഷ് കൂട്ടിക്കാണിക്കാം. പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ആഡിക്വേറ്റ് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാതെ മാനിപ്പുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ കൂടുതൽ ക്യാഷ് വരും. ഇങ്ങനെ പല രീതിയിൽ കറണ്ട് റേഷ്യോനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അക്കൗണ്ടുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. This is usually difficult to detect because of the involvement of higher management. ഇത് സാധാരണഗതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓഡിറ്റിങ്ങിൻ്റെ സമയത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ഹയർ അതോറിറ്റി ചെയ്യുന്ന മാനിപ്പുലേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ പല കമ്പനികളും അവരുടെ ട്രൂ പൊസിഷൻ കാണിക്കാതെ ഇങ്ങനെ വിൻഡോ ഡ്രസ്സിങ് ചെയ്തിട്ട് ബെറ്റർ പൊസിഷൻ, അത് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ലോണൊക്കെ കിട്ടാൻ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ലോണൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെ. ദിസ് ഈസ് മെയിൻലി ഡൺ ഫോർ അട്രാക്റ്റിംഗ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ഷോയിങ് എ ഗുഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി ഓർ ടു സേവ് ഓൺ ടാക്സേഷൻ ബൈ ദ ഗവൺമെൻറ്റിൽ നിന്ന് ടാക്സ് വെട്ടിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ കൂടുതലായിട്ട് കാണിക്കുക. പല രീതിയിൽ വിൻഡോ ഡ്രസ്സിങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചില മെത്തേഡ്. വിൻഡോ ഡ്രസ്സിങ് ക്യാൻ ബി ഡൺ ഇൻ മെനി വേയ്സ്. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ഹയർ വാല്യൂ. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കാണിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ 5 lakh ഉള്ളൂ, അത് 8 lakh ആയിട്ട് കാണിക്കാം. അങ്ങനെ പല രീതിയിൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലായിട്ട് കാണിക്കാം. ട്രീറ്റിംഗ് സം എക്സ്പെൻഡിച്ചർ ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഷോർട്ട് ടേം എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കാം. റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ എ ഹയർ റേറ്റ് അല്ലെ ഹയർ സൈഡ്. ഫിക്സഡ് അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കാണിക്കാം. പ്രൊവൈഡിങ് നോ പ്രൊവിഷൻസ് വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നോ ഡിസ്ക്ലോഷർ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഇൻകം. ഏതെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കാം. മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടിങ് ടു ഷോ ബെറ്റർ പിക്ചർ ഓഫ് ദ ഫേം ഇൻ ദ ഫോം ഓഫ് റേഷ്യോ. ഇങ്ങനെയൊക്കെയാണിത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാം. നിങ്ങൾ ടെസ്റ്റിൻ്റെ അകത്തുള്ള ഇതാണ് കുറച്ചും കൂടിയും അത് സ്ലൈഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുക. നിങ്ങളുടെ ടെസ്റ്റിൻ്റെ അകത്തുള്ള മീനിങ്ങും അതിൻ്റെ മെത്തേഡ്സും ഏതൊക്കെ രീതിയിലാണ് വിൻഡോ ഡ്രസ്സിങ് ചെയ്യുന്നത്. വിൻഡോ ഡ്രസ്സിങ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് ദ കറണ്ട് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ്ങിൽ മാറ്റം വരുത്താം, മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാം. It is an attempt to conceal the fact and present a better picture of the financial position of a firm than what is actual. ആക്ച്വലിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് കാണിക്കാം.
വിൻഡോ ഡ്രസ്സിങ് ഈസ് എ ആർട്ടിഫിഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ കറണ്ട് റേഷ്യോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു ആർട്ടിഫിഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഇറ്റ് മേ ബി ഡൺ ഇൻ ദ ഫോളോയിങ് വേസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻക്രീസ് ഇൻ ദ ഇൻവെൻറ്ററി വാല്യൂ കൂട്ടി കാണിക്കുക. പോസ്റ്റ്പോണ്ട് ഓഫ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഫോർ ക്യാഷ്. അത് അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, പക്ഷേ അതെന്ത് പോസ്റ്റ്പോണ്ട് ചെയ്യുക, നെക്സ്റ്റ് മന്തിലേക്കൊക്കെ കാണിക്കാം. ഈ പർച്ചേസ് ചെയ്തത് ഇന്നാണെങ്കിൽ അടുത്ത മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടോ അത് പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കുക. സെല്ലിങ് എ ഫിക്സഡ് അസറ്റ് ഫോർ ക്യാഷ്. ഒരു അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്ത് വരും? ക്യാഷ് കൂടും. ക്യാഷ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? കറണ്ട് റേഷ്യോ ഇമ്പ്രൂവ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഡിലേയിങ് പർച്ചേസ് ഓഫ് ഇൻവെൻറ്ററി ഓൺ ക്രെഡിറ്റ്. അത് ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ബില്ല് ഡിലേ ചെയ്യുക, അക്കൗണ്ടിലേക്ക് വരുത്താൻ താമസിക്കുക. ഇഷ്യൂയിങ് എ ന്യൂ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. പുതിയ ഷെയറുകളോ ഡിബെഞ്ചറുകളോ ഇഷ്യൂ ചെയ്യുക. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്ത് വരും? ക്യാഷ് വരും. പേയിങ് ഓഫ് കറണ്ട് ലാബിലിറ്റീസ് ക്രെഡിറ്റേഴ്സിനോ ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റീസോ പെട്ടെന്ന് കൊടുത്തു തീർത്താൽ എന്ത് കൂടും? ഈ കറണ്ട് റേഷ്യോ കൂടും. കാരണം കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത്? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. കൺസിഡറിങ് ഷോർട്ട് ടൈം ലാബിലിറ്റീസ് ആസ് എ ലോങ് ടേം ലാബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ്. ഷോർട്ട് ടൈം ലാബിലിറ്റീസിനെ ലോങ് ടേം ലാബിലിറ്റീസായി കൺസിഡർ ചെയ്യുക. അപ്പോൾ കറണ്ട് ലാബിലിറ്റി കുറയും, അതോടുകൂടി കറണ്ട് റേഷ്യോ ഇമ്പ്രൂവ് ആയി. ഇതാണ് വിൻഡോ ഡ്രസ്സിങ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.